ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെപ്പി മുകളിലേക്ക് ഓടിക്കയറി പോകുക കേട്ടോ. ശേഷം നമ്മുടെ സ്വപ്നവലിനെയും മഞ്ജിമേനെയും നമ്മുടെ രാമനാഥനെയൊക്കെ ആ ട്രോഫി കാണിക്കേണ്ടി ഇത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ സ്വപ്നവലി നോക്കുവാണ്. ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഋതു, കൺഗ്രാജുലേഷൻ മോളെ എന്ന് പറയണം. മഞ്ജിയെ പറയുമ്പോൾ കൺഗ്രാജുലേഷൻ മൈ ഡിയർ ചിപ്പിക്കുട്ടി എന്ന് പറയാം. രാമനാഥൻ പറയേണ്ട ഹാവോ എൻ്റെ മോള് മിടുക്കി എന്നൊക്കെ പറയാണ്. ആ സമയത്ത് സ്വപ്നവലി പറയുന്നുണ്ട്, കണ്ടില്ലേ എൻ്റെ മോൻ CEO ആണ്, ബെസ്റ്റ് CEO. അതുപോലെ തന്നെ അവൻ്റെ മോളാണെങ്കിലോ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. എല്ലാം എൻ്റെ മോനൊക്കെ ബെസ്റ്റാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറയണ, സ്വപ്നവല്ലി മോനും മോളും മാത്രമല്ല, കൊച്ചുമോളും മാത്രമല്ല, നിൻ്റെ മരുമോളും ബെസ്റ്റ് തന്നെയാണ്. നിനക്കെന്താ അതിൽ വരെ സംശയമുണ്ടോ? ഓ, രാമനാഥൻ അവൾ ബെസ്റ്റ് തന്നെയായിരിക്കും, പക്ഷേ എൻ്റെ മോൻ്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ അവൾ വലിയ ബെസ്റ്റ് ഒന്നും അല്ല എന്നിങ്ങനെ പറയാണ്. അല്ല, എന്നിട്ട് നിൻ്റെ അച്ഛനും അമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ് സ്വപ്നവല്ലി. അവർ നിലത്ത് നിൽക്കുന്നുണ്ട്. അവിടെ നല്ല കൂരിച്ചൊരുന്ന മഴയാണ് കേട്ടോ. അവർ ഭയങ്കര റൊമാൻറ്റിക്കിലാണ് എന്ന് പറയാണ്. ശരിക്കും അവർ റൊമാൻറ്റിക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പറയുമ്പോഴേക്കും സ്വപ്നവേലി മഞ്ജിമ അത് ആലോചിക്കുകയാണ്. നല്ല മഴയത്ത് നമ്മുടെ മഹേഷും ഇഷിത പുറത്തിങ്ങനെ നിൽക്കുക കേട്ടോ. മഹേഷിനോട് ഇഷിത ചോദിക്കേണ്ട, അല്ല മഴ നനയാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. അതെ, മഴ നനയാൻ തന്നെ തീരുമാനിച്ചു. അല്ല താനോ? ഞാനും നനയാൻ തീരുമാനിച്ചു എന്ന് ഇഷിത പറയാണ്. അങ്ങനെ മഹേഷ് ഇഷിതേനെ ചേർത്ത് പിടിച്ച് ആ മഴ ഫുള്ളും ഇങ്ങനെ നനയുക കേട്ടോ. ശേഷം അവർ വരുന്നുണ്ട്. വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇഷിതേനെ മഹേഷിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരങ്ങനെ റൂമിലേക്ക് കയറി പോകുമ്പോൾ അവിടെ ഇടിവെട്ട് പോലെ രചന കയറി വരുവാട്ടോ. രാത്രി തന്നെ. വേറൊന്നുമല്ല, ആദ്യത്തെ വന്ന കാര്യം അവിടുന്ന് ആഘോഷമാക്കി പറയാൻ വേണ്ടിയിട്ടാണ് രചന വരുന്നത്. ശേഷം രചന പറയുന്നുണ്ട്, അതെ എനിക്കൊരു കാര്യം നിങ്ങൾക്ക് എല്ലാത്തും പറയാനുണ്ട്. എവിടെ മഹേഷും അതുപോലെ തന്നെ ഇഷിത എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷും ഇഷിത അവരുടെ റൂമിൻ്റെ ആ ഒരു ജനലിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താണ് സംഭവിക്കുന്നത് അറിയാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ അവർ പുറത്ത് വരുന്നില്ല കേട്ടോ. രചന എന്താണ് സംസാരിക്കുന്നത്, രചനക്കിട്ട് നമ്മുടെ സ്വപ്നവലി എന്തൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സ്വപ്നവലി പറയുന്നുണ്ട്, അയ്യോ മഹേഷ് ഇഷിതയോ അവർ ഉറങ്ങാൻ കിടന്നല്ലോ, ഇത്ര പെട്ടെന്നോ എന്ന് രചന ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ അവർ റൊമാൻറ്റിക് കപ്പിളല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ സമയത്ത് ഉറക്കമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. എന്ത് പറയാനാ, അവർ ഭയങ്കര റൊമാൻസാണ്. ഇവിടെ വീട്ടിൽ വന്ന കഴിഞ്ഞ റൂമിൽ തന്നെയാണ് രണ്ടുപേരും. ഇനി രാവിലെ 7 മണിയാവട്ടെ രണ്ടുപേരും വാതിൽ തുറക്കില്ല. ചിപ്പി ഞങ്ങളുടെ കൂടെയാണ് കിടക്കണമെന്ന് പറയുമ്പോൾ രചനക്കാർക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സ്വപ്നം ചോദിക്കേണ്ട, അല്ല നിനക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ? ഞാനെന്തിനാ ദേഷ്യപ്പെടണം എന്ന് ചോദിക്കുകയാണ്. ഞാൻ വലിച്ചെറിഞ്ഞവനെയല്ലേ അവൾ കെട്ടിയേക്കണത്. ദേ അനാവശ്യം പറയരുത്, നീ വലിച്ചെറിഞ്ഞവനല്ല, നിന്നെ വലിച്ചെറിഞ്ഞതാ എൻ്റെ മോൻ മഹേഷ് എന്ന് പറയണം. എന്തായാലും നല്ല തങ്കക്കുടം പോലത്തെ ഒരു മരുമകളെയാടി ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു കണക്കിന് നീ പോയത് നന്നായി കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് നിന്നോട് ഒരു സ്നേഹമൊക്കെ തോന്നുന്നത് എന്ന് സ്വപ്നവലി പറയാണ്. കാരണം നീ പോയത് കൊണ്ടിട്ടാണല്ലോ ഇഷിത എന്ന് പറഞ്ഞ മരുമകൾ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. അവൾ എന്ത് നല്ല കുട്ടിയാണെന്ന് അറിയാവോ, എന്തൊരു ഐശ്വര്യം. അവളെ വീട്ടിൽ വലത് കാലം വെച്ച് കയറിയപ്പോൾ തന്നെ ഈ വീട്ടിൽ ഫുള്ളും പ്രകാശമായി എന്നൊക്കെ സ്വപ്നവലി പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ മഹേഷിന് ഇഷിതൊക്കെ ചിരി വരും കേട്ടോ. അങ്ങനെ രചന അവിടെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായ നമ്മുടെ മഹേഷ് അകത്തുനിന്ന് ഒരു ചെറിയൊരു ഡ്രാമ കളിക്കുകയാണ്. മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ പ്രിയതമേ ഇഷിതേ ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് ഇഷിത എന്താ പ്രിയതമ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ രചന പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നാണമില്ലാത്ത വർഗ്ഗങ്ങൾ എന്നൊക്കെ രചന പറഞ്ഞിട്ട് അവിടെ നിന്ന് പിറുപിറുത്തിട്ട് പോകുക കേട്ടോ. ശേഷം രചന പറയുന്നുണ്ട്, നമ്മുടെ ഇഷിതയും മഹേഷും കേൾക്കാത്ത രീതിയിലാണ് പറയണത്. നോക്കിക്കോ, എല്ലാവരും തകർക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മോനെ കൊണ്ടിരുന്നുണ്ട്, നോക്കിക്കോ അവനായിരിക്കും നിങ്ങളുടെ തകർച്ചയിലൊക്കെ ഇനി ആദ്യം നിൽക്കുന്നത്, ഞാനാ പറയണത് എന്നൊക്കെ രചന അവിടെ നിന്ന് പോകുകയാണ്. രചന പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറയുന്നുണ്ട് സ്വപ്നയോട് ചോദിക്കേണ്ട, രാമ അവൾ പറഞ്ഞതൊക്കെ ശരിയായിക്കോ, ഇനി ആദ്യത്തെ വരുന്നുണ്ടാവോ എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വരുമോ. കാരണം എന്താണെന്നറിയാവോ, അവൾക്കിനി പിടിച്ചു നിൽക്കാം വേറെ ഒരു കാര്യവുമില്ല. കാരണം ചിപ്പി നമ്മുടെ കൂടെയായി, ആദ്യത്തെ അവളുടെ കൂടെ ആയിരിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാലോ. മാത്രമല്ല അവൻ മുമ്പോട്ട് അങ്ങനെയാണല്ലോ, അവളുടെ അതേ തനി പകർപ്പാണ്, തനി സ്വഭാവം, അവളുടെ അതേ സ്വഭാവം എടുത്തു വെച്ചേക്കുന്ന ഒരാളാണ്. ഒരു ആങ്കൊച്ചാണ് അവൻ. പൈസ പണം ദൂർത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇത്ര ചെറുപ്പത്തിലെ കൊച്ചുങ്ങൾക്ക് ഇത്ര ചീത്ത സ്വഭാവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് രാമനാഥൻ പറയുന്നുണ്ട്. അയ്യോ ആദ്യത്തിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷിതടുത്ത് നമ്മൾ എന്തു പറയും, ഇഷിതയുടെ വീട്ടുകാർക്ക് നമ്മൾ എന്തു പറയും എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയുന്നുണ്ട്, അതിന് ആദ്യത്തിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, നമ്മുടെ മകൻ വിനോദിനെ കുറിച്ച് എന്താ പറയേണ്ടത്, എന്തുമാത്രം കള്ളത്തരം നമ്മൾ ഇഷിതടുത്തും ഇഷിതയുടെ വീട്ടുകാർത്തും പറഞ്ഞേക്കണം. വിനോദിനെ കുറിച്ചൊന്നും അറിയില്ല, ആദ്യത്തിനെ അറിയില്ല, ആദ്യത്തിൻ്റെ പേര് കേസ് നടന്നതൊന്നും അറിയില്ല. ഇതൊന്നും പറയാതെയാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത്. ഇതെങ്ങനെ അറിഞ്ഞാൽ ഇഷിത തീർച്ചയായിട്ടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയണം. രാമ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല, എൻ്റെ മോൻ ഇപ്പോഴത് സന്തോഷിച്ച് കാണുന്നത്, അവരുടെ സന്തോഷം അങ്ങനെ തള്ളിക്കിടത്തല്ലെന്ന് പറയുമ്പോൾ അതെ തല്ലിക്കിടത്തരുത്, അതന്നെയാണ് എനിക്ക് അമ്മയടുത്തും മോളുടെ അടുത്തും പറയാനുള്ളത്. ഇഷിതേനെ മാന്യം മര്യാദയൊക്കെയായിട്ട് സംസാരിക്കണം. അവളായോണ്ടാണ് നിങ്ങളുടെ പിടിച്ച് നിൽക്കുന്നത്. വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിലേ അപ്പം തന്നെ ഇറങ്ങി പോയാനായിരുന്നു എന്നൊക്കെ പറയണം. അതുകൊണ്ട് അമ്മയും മോൾ മര്യാദയ്ക്ക് ഇരിക്കണം, അവൻ്റെ ജീവിതം രണ്ടുപേരും കൂടി നശിപ്പിച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അവിടെ നിന്ന് പോവാണ്.
ശേഷം രാവിലെ തന്നെ നമ്മുടെ ആദിത്യൻ വരും കേട്ടോ. ആദിത്യൻ വരുമ്പോൾ തന്നെ രചന ആ മോനെ ആദിത്യ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ആദിത്യനെ കയ്യിലെടുക്കാൻ വേണ്ടി നമ്മുടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ആകാശ് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക കേട്ടോ. വില കൂടിയ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും. വാച്ചും ഡ്രസ്സും അതുപോലെ തന്നെ സൈക്കിളാണെങ്കിൽ ബൈക്ക്, അതായത് ഓടിക്കുന്ന ബൈക്ക്, അങ്ങനെ എന്തൊക്കെ മേടിച്ച് കൊടുക്കാം അതൊക്കെ മേടിച്ച് മനസ്സ് മാറ്റിയിരിക്കുകയാണ് ആകാശ് ആദിത്യൻ്റെ. അങ്ങനെ ആദിത്യൻ പറയുന്നുണ്ട് ഹായ് ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ വിളിക്കുകയാണ്. ഹായ് മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷിതട്ട് ചോദിക്കേണ്ട ആദിത്യൻ എന്താ മമ്മി ഇവിടുത്തെ വിശേഷമൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നും പറയണ്ട, ഇവിടെ എനിക്ക് അറിയാലോ നീയും ആകാശം മാത്രമല്ല, എൻ്റെ കൂടെ തന്നെ എൻ്റെ മോൻ ഉണ്ടാവണം കേട്ടോ. നിനക്ക് അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. ചിപ്പി പഠിക്കുന്ന അതേ സ്കൂളിലാണ്. എനിക്കെന്തിനാ ആ സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചത്? എനിക്ക് ആ സ്കൂൾ വേണ്ട. ചിപ്പിയാണ് അത്ര ചിപ്പി എന്ന് പറയുമ്പോൾ രചന പറയണ്ട മോനെ അവൾ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അനിയത്തിയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു അനിയത്തിയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു അനിയത്തി വേണ്ട. അമ്മയുടെയും അതുപോലെ തന്നെ ആകാശ് ഡാഡിയുടെയും മോൻ ഞാൻ മാത്രമാണ്. അങ്ങനത്തെ ഒരു അനിയത്തിന് എനിക്ക് വേണ്ട. അവളുടെ സ്കൂളിൽ എനിക്ക് അഡ്മിഷനൊന്നും വേണ്ട. എനിക്ക് വേറെ ഏതെങ്കിലും സ്കൂൾ നോക്കിയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട് നോക്കാദിത്യ നീ ആ സ്കൂളിൽ തന്നെ പഠിക്കണം. എന്തിനാണെന്നറിയാവോ? സമയം കിട്ടുമ്പോഴൊക്കെ ചിപ്പിക്കിട്ട് നമുക്ക് പണി കൊടുക്കാന്നേ. പിന്നെ നിൻ്റെ അച്ഛനുണ്ടല്ലോ, ശരിക്കും ഒറിജിനൽ അച്ഛൻ മഹേഷ് ചന്ദ്രൻ, അയാൾ രണ്ടാമത് വിവാഹം കഴിച്ചു. ഡോക്ടർ ഇഷിത എന്നാ പേര്. അവക്കിട്ടും ഒരു പണി കൊടുക്കണം. അതൊക്കെ നിന്നെ കൊണ്ടേ ഇനി പറ്റുള്ളൂ എന്ന് ആകാശിനോട് നമ്മുടെ എന്താണ് ആകാശ് ഇങ്ങനെ പറയാണ്. അപ്പോൾ ആദിത്യൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഏറ്റു, ഇതൊക്കെ എനിക്ക് വളരെ സിമ്പിളല്ലേ. എന്തായാലും ഒന്നും കാണാണ്ട് അച്ഛനും അമ്മയും ഇതൊരു തീരുമാനം എടുക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ ആകാശങ്ങൾ പേടിക്കൊന്നും വേണ്ട. അങ്കിളെന്നാണോ അച്ഛനെന്നാണോ വിളിക്കണമെന്ന് അറിയില്ല, എന്തായാലും അങ്കിളിൽ നിന്ന് തന്നെ ഞാൻ പറയാം. അപ്പോൾ ആകാശങ്ങൾ ഇനി പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ആദിത്യന് സ്കൂളിൽ പേരെടുക്കുക കേട്ടോ. കുറുമ്പത്തരവും കുസൃത്തരവും കൊണ്ടിട്ടുള്ള പേരാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കുറുമ്പത്തരം കാണുമ്പോഴേക്ക് പഠിക്കാനൊക്കെ മിടുക്കനാണെങ്കിൽ ഭയങ്കര സാധനമാണ്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വെറുതെ ഉപദ്രവിക്കും കേട്ടോ. അപ്പോൾ മിസ്സുമാരൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ ആകാശ് ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പ്രിൻസിപ്പൾ ഉറപ്പിച്ച് പറയുമ്പോൾ ആകാശ് രാഷ്ട്രീയക്കാരെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ച് അതൊക്കെ ശരിയാക്കുവാണ്. ശേഷം ഇഷിതനൊന്ന് നേരിട്ട് കാണാനായിട്ട് ഒരു ദിവസം ആദിത്യനെയും കൊണ്ട് താൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് ആകാശ് പറയുന്നുണ്ട്. അത് പ്രകാരം നമ്മുടെ രചന ഇഷിതനെ കാണിക്കാൻ വേണ്ടി ആദിത്യനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആദിത്യന് അറിയില്ല ഇത് ശരിക്കും മഹേഷിൻ്റെ മകനാണെന്ന്. പക്ഷേ ഇഷിതനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആദിത്യനാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ ഒരു ഡോക്ടറാണോ? നിങ്ങളെ കണ്ട ഡോക്ടറായിട്ട് തോന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായിട്ട് നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയുടെ വായിൽ നിന്ന് എന്തൊക്കെ കേൾക്കാൻ പാടില്ല അതൊക്കെ തന്നെ ഈ ആദിത്യൻ പറയുന്നുണ്ട്. അങ്ങനെ ഇഷിതനെ കാണുമ്പോഴേക്കും വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇഷിത അറിയും കേട്ടോ ഇത് മഹേഷ് ചന്ദ്രൻ്റെ മകനാണെന്ന്. അങ്ങനെ അറിയുമ്പോൾ ഇഷിത ചേർത്ത് പിടിക്കാൻ നോക്കും ആദിത്യന്. മോനെ നീ അങ്ങനെ പറയും, നീ നല്ല കുട്ടിയാവണം എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോൾ നിങ്ങളൊരു ചീത്ത സ്ത്രീയാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ ആദിത്യൻ സംസാരിക്കുള്ളൂ കേട്ടോ. ഈ ആദിത്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത് രചനയാണ്. അങ്ങനെ ഇഷിതയുടെ മനസ്സ് എപ്പോഴും വേദനിച്ചുകൊണ്ടേയിരിക്കും ഈ ആദിത്യനെക്കുറിച്ച് ആലോചിച്ചിട്ട്. കാരണം ആ കുട്ടി അത്രമാത്രം മോശപ്പെട്ടു പോയി. അവനെങ്ങനെ നേരെയാക്കി എടുക്കാൻ പറ്റും എന്നാണ് ഇഷിത ആലോചിക്കുന്നത്. പക്ഷേ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കും തോറും ആദിത്യൻ അകന്നകന്ന് പോകുന്ന ഒരു ക്യാരക്ടറാണ്. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാട്ടോ ഇനി വരാൻ പോണത്. നാളത്തെ എപ്പിസോഡ് കിടു തന്നെയാണ്. കാരണം രചന വരുന്നതും മഹേഷിൻ്റെ ഇഷിതരം ആ ഒരു പ്രണയത്തിൻ്റെ അഭിനയമൊക്കെ നമുക്ക് നാളെ കാണാൻ സാധിക്കും. പിന്നെ നാളെ ആദിത്യനും വരുന്നുണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.